ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ വൺ ആർ റോക്സ് വിത്ത് ആശ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ജില്ലകളിലും റവന്യൂ ജില്ലാ കലോത്സവം നടക്കുകയാണ്, അതുപോലെ തന്നെ വയനാട്ടിൽ. പക്ഷെ അവിടെയൊക്കെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ വയനാട് എന്ന് വെച്ചാൽ വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. അവിടെ തന്നെ ആ ഒരു നാട്ടിൽ തന്നെ അവിടുത്തെ വനവാസികൾ അഥവാ അവിടുത്തെ ആദിമവാസികൾ അവരുടെ നാട്ടിൽ തന്നെ അവരുടെ കലകൾക്ക് അവഗണനയല്ല, അവരുടെ കലയെ കളിയാക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. വയനാട്ടിലെ ആദിവാസികളായ അല്ലെങ്കിൽ വയനാട്ടിലെ പണി വിഭാഗമായ അവരുടെ നൃത്തത്തെ അല്ലെങ്കിൽ അവരുടെ കലാരൂപത്തെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ മുഖ്യമായിട്ട് കാണിക്കപ്പെടുന്ന അവരുടെ നൃത്തത്തെ വെറും ഡാൻസിന് സ്റ്റെപ്പുകൾ മാതിരിക്കാക്കി കേവലം മാർക്കുകൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് കണ്ടുവന്നിട്ടുള്ളത്. പരിപാടി കാണുന്നവർക്ക് വളരെ മനോഹരവും രസവുമുള്ളതായിരിക്കാം. പക്ഷെ അവിടെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പണി നൃത്തമല്ല അവിടെ കണ്ടിരിക്കുന്നത്. അവിടെ വളരെയധികം അതിൻ്റെ സ്റ്റെപ്പുകളിലും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരികയാണ്. തനത് കലാരൂപത്തെ തനത് വ്യക്തികൾ അവതരിപ്പിക്കുമ്പോഴും അത് തനത് രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭംഗിയും സൗന്ദര്യവും കാണുന്നത്. അപ്പം അതിൻ്റെ പ്രമുഖർ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ. വയനാട് 34ാമത് റവന്യൂ ജില്ലാ കലോത്സവം നടവല് കഴിഞ്ഞിരുന്നു. അവിടെ നടന്ന സംഭവമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവേത് ഇനിയെങ്കിലും കലാകേരളമെങ്കിലും ഈ ആദിവാസികളെ അവഗണിക്കരുത്. അവരുടെ നൃത്തരൂപത്തെ അവർ തനത് രീതിയിൽ അവരെ ആളുകളെ കണ്ടെത്തി, അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകൾ കണ്ടെത്തി അത് അവതരിപ്പിക്കുവാനും സമൂഹത്തിന് മുമ്പ് കാണിക്കുവാനും ശ്രദ്ധിക്കണം. കാരണം ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു വർഗം വയനാടിൻ്റെ ആദിവാസികളായ അവരിനിയും ഉൾക്കാടുകളിലേക്കും ഉൾവനങ്ങളിലേക്കും നാണിച്ച് ഒളിച്ചോടാൻ ഉള്ള ഇടവരുത്താതെ അവരെ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് എത്തുവാനും അവരെ കലാരൂപങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും അവിടുത്തെ ആളുകളുടെ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുവാനും ഈ ഒരു ജീവിതം നയിക്കുമായിരിക്കും. പക്ഷെ അതിനെ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ ഇനി വരും തലമുറ അത് കണ്ട് അതിനെ തോന്നിയ രീതിയിൽ അവതരിപ്പിക്കുകയും ആ കലയുടെ സൗന്ദര്യത്തിൻ്റെയും അതിൻ്റെ താളാത്മകതയും കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നമുക്ക് ആ കമൻറ്റുകളിലേക്ക് പോകാം. കമൻറ്റുകൾ കണ്ടിട്ട് വരാം. കയോങ്കളി എന്ന് പറയുന്നത് ഞങ്ങൾ വട്ടക്കളി എന്ന് പറയുന്നത് 7 ഐറ്റം ഞാൻ കണ്ടു. ഹൈസ്കൂളിൻ്റെ 7 കളിച്ചു. എനിക്കതിൽ നന്നായിട്ട് തോന്നിയത് 2-3 ഒരു തനതെന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഏത് ടീമാണ് അത് പിള്ളേർക്ക് 2-3 ഒരു തനതെന്ന രീതിയിലേക്കാണ്. ബാക്കി എനിക്ക് കാണാൻ സാധിച്ചത് ഒരു നാടോടി നൃത്ത ശൈലി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കേരളത്തിൻ്റെ പല ജില്ലകളിലും പോയിട്ട് ജഡ്ജ്മെൻറ്റിന് പോകുന്നത്. ഇന്നിപ്പോൾ ഈ രാത്രി കേട്ടിട്ട് നാളെ ഇവിടെ എത്താം, തിരുവല്ലയിൽ. അപ്പോൾ അവിടെയൊക്കെ കണ്ടത് ഈ ടീം തന്നെ ഏകദേശം ഇവിടെ പഠിപ്പിച്ച് അങ്ങനെ വന്നിട്ടുള്ള ടീം തന്നെയാണ് അവിടെയൊക്കെ പോയി പഠിച്ചത്. അത് ഫുൾ നാടോടി നൃത്ത ശൈലിയാണ്. ഇത് ഇവിടുന്ന് നല്ലൊരു സാധനം കയറി പോയില്ലായിരുന്നു. നാളെ അത് കോപ്പിയായിട്ട് അടുത്ത വർഷങ്ങളിലേക്ക് ഇങ്ങനെ അത് തന്നെയാണ് പണിയെടുക്കാൻ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ ഇവിടെ നോക്കിക്കാണാൻ നല്ലൊരു ജഡ്ജസിനെ ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ കണ്ടത് വെച്ച് അവർ കോഴിക്കോട് ചെയ്തപ്പോഴും അവരിരുന്നപ്പോഴും ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ അവർ തന്നെയാണ് ആ ടീം തന്നെ. വേദനയുണ്ട്. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുകയും പിന്നെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരെ പോലുള്ള ആളുകൾ ഇവിടെ സെറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ നന്നായേനെന്ന്. കുട്ടികളുടെ ഇവരുടെ ഒരു വർഷത്തെ ഒരു കളി മാത്രമല്ല, ഇത് ഏകദേശം ഒരു 1.5 ലക്ഷം വരുന്ന പണിയ സമുദായത്തിൻ്റെ
ആചാരവും അനുഷ്ഠാനവും അവരുടെ ജീവിതവും ആ സംസ്കാരവും സ്വത്തുമാണ്. അതിനെ ഇത്തരത്തിലൊരു കോപ്രായങ്ങൾ കാട്ടി ഫേക്ക് കാണിച്ചിട്ട് നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു യാത്രയാവരുത് വരുന്ന വർഷം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒന്നല്ല, ഞങ്ങൾക്കൊരു ജീവിതം, ഞങ്ങൾക്ക് ഒപ്പനയില്ല, തിരുവാതിരയില്ല, എൻ്റെ മാർഗംകളിയില്ല. ഞങ്ങളുടെ ആകെയുള്ള മാർഗ്ഗമാണ് ഞങ്ങളുടെ ഒട്ടക്കളി, തുടിയും പിന്നെ ക്ഷീണവും. അതിനെ നശിപ്പിക്കാനുള്ള ഇതിപ്പോൾ ഈ വർഷം ഗവൺമെൻറ് സ്കൂൾ മാത്രമേ ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചയിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത വർഷം വരുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എടുക്കാൻ തുടങ്ങും, എയ്ഡഡ് മറ്റേ സ്കൂളുകളൊക്കെ ഇതെടുക്കണം ഈ കലയെ. അവിടെ വരുമ്പോൾ പഠിപ്പിക്കുന്ന ആളുകൾ കുറച്ചുകൂടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നാടോടി നൃത്ത ശൈലിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ എനിക്ക് തോന്നുന്നത് 5 വർഷം വേണ്ട, അതിനുള്ളിൽ തന്നെ ഈ കല അന്യം നിന്ന് പോകാനുള്ള ഏറ്റവും വലിയൊരു അപകടം ഇവിടെ കാണാൻ സാധിക്കും. അതാണ് ഞാൻ അവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് ഓടി വന്നതാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ നല്ലൊരു സാധനം എനിക്ക് സംസ്ഥാനത്തേക്ക് കയറ്റിവിടുന്ന കാണണമെന്നൊരു ആഗ്രഹം മക്കളെന്തോ ആവട്ടെ, അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതവിടെ എന്തായാലും പോകും. ഇതിനെ മറികടക്കാൻ മറ്റു ജില്ലകൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇതിൽ നന്നായിട്ട് കളിക്കുന്ന അവിടെ ഞാൻ കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇതിൽ നന്നായിട്ട് കളിക്കുന്ന ടീംസിന് അവിടെ കാണാൻ സാധിച്ചു. ഇവിടുന്ന് പോയി പഠിപ്പിച്ച ആളുകൾ അത് ഏറ്റവും അപകടകരമായ രീതിയിൽ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തോന്നുന്നു തന്നെ പറയാം. അതായത് ബത്തേരി കേന്ദ്രീകരിച്ചൊരു കുട്ടിക്കാലം എന്ന് പറയുന്നത് കാണും. അവർ ഈ കേരളത്തിൽ 14 ജില്ലയിലും അവർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് നാടോടി നൃത്ത ശൈലിയിലാണ്. തെക്ക് വടക്ക് ക്രോസ് എന്നൊക്കെ പറയുമ്പോൾ കമ്പളനാട്ടി എന്ന് പറയുന്ന ആ ഒരു നൃത്തരൂപത്തെ അതുകൊണ്ടൊരു വേറെ ശൈലിയിലാക്കി, വട്ടക്കളി എന്ന് പറയുന്ന കയംകളി എന്ന് പറയുന്ന ആ സ്റ്റെപ്പിനെ കൊണ്ടുപോയിട്ട് വേറൊരു ശൈലിയിലേക്കാക്കി അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ച് വെച്ചിരുന്നത്. പാട്ടുകളെന്ന് പറയുന്നത് നമ്മുടെ വട്ടക്കളിയുടെ ചൊല്ലുകളെയല്ല. ഞാൻ എന്നോ ഒരു 12 വർഷം മുമ്പേ ഞാൻ എഴുതി വെച്ച ലേലിലെ ലേലേ ലേലേ ആ പാട്ടാണ് കമ്പളപ്പാട്ടായിട്ട് കൂടെ പഠിപ്പിച്ചത്. പുതിയത് ആർക്കും അന്വേഷിച്ച് പിടിക്കാനോ അതിൻ്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ, എന്നാൽ പണിയരുടെ ജീവിതമായിട്ട് ഇറങ്ങി ചെന്നിട്ട് വട്ടക്കളി പാട്ടെന്താ, പോർക്കളി പാട്ടെന്താ, അല്ലെങ്കിൽ ആട്ടുപാട്ടെന്താ, പുണിയാട്ടുപാട്ടെന്താ, ഇത് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റുന്നില്ല. അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഈ കലയെ വിറ്റ് കൊലക്കരുതെന്നൊരു അപേക്ഷയാണ്. ഞാൻ വയനാട്ടിലൊരു പണിയനായതുകൊണ്ട് പറയാം. ഞാൻ ഉയർന്നു വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കലാരൂപങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവരും. ആ കലാരൂപങ്ങളെ ഒരു സമുദായത്തെ മുഴുവനായിട്ട് ചാടി അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു രീതിയും ഒരു ചുറ്റുവട്ടം കാണുക എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ്. വികൃതമാക്കിയിട്ട് നാളെ ഈ കേരളത്തിലുള്ള കണ്ണീർ അവർ നല്ലത് ചെയ്തിട്ട് കണ്ണീരോട് അറിയിക്കും. ഇനി അടുത്ത തവണ അങ്ങനെ വരാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറിയ പാർട്ടിയിലേക്ക് വിളിക്കുന്ന സമയത്ത് അതാത് സമുദായത്തിലുള്ള ആളുകളെ ക്ഷണിച്ചിട്ട് അതീത് തിരഞ്ഞെടുക്കുന്ന വ്യക്തമായിട്ട് കാഴ്ചപ്പാടുള്ള ആളുകളെ, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെ വിളിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഒരു ജഡ്ജ്മെൻറ്റ് പാനൽ എടുക്കാൻ. ഏറ്റവും പൈതൃകമായിട്ടുള്ള ഏറ്റവും ഭവനമായിട്ടുള്ള ഒരു കലാരൂപമാണ് കമ്പളനാട്ടി വട്ടക്കളി. എല്ലാ മരിച്ച ചടങ്ങിന് പോലും യൂസ് ചെയ്യുന്ന തുടികളൊക്കെ വെച്ചിട്ടാണ് കമ്പളനാട്ടി കളിക്കുന്നത്. അതിനൊരിക്കലും ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന അവരുടെ തനത് കലാരൂപങ്ങളെ നാളെ ഒരുപക്ഷെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളും കാണേണ്ടത് ഇവർ ജയിപ്പിച്ചു വിട്ട് ഡപ്പാങ്കുത്ത് സാധനമാണ് വയനാടിൻ്റെതായ. ഇപ്പോൾ കണ്ടത് ഇതിനെക്കുറിച്ച് യാത്ര ചെയ്ത് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് ഇതിൻ്റെ ജഡ്ജിങ് പാനലിൽ പോലെ ഇരിക്കുന്ന വ്യക്തികളാണ് ഇതിൽ പറഞ്ഞ വ്യക്തികൾ. അവർ പറഞ്ഞ പല അഭിപ്രായങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തനിത രീതിയല്ല, അത് അവിടെ തന്നെ അവരവഗണിക്കുകയാണ് ചെയ്തത്. അവഗണിക്കുക മാത്രം അവർ പരിഹസിക്കുകയാണ്. ഇതിങ്ങനെയാണോ കളികൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ സംഭവങ്ങൾ എന്നാണ്. പുറം ലോകത്തിന് ഈ കളികളെ കുറിച്ച് അധികം അറിയില്ലായിരിക്കാം, പക്ഷെ അതിനുള്ളിൽ ജീവിക്കുന്ന ആ ഒരു വിഭാഗത്തിന് അതിൻ്റെ സ്റ്റെപ്പുകളും താളങ്ങളും അതിൻ്റെ സൗന്ദര്യവും ശ്രുതിയും എല്ലാം അറിയാം. പക്ഷെ അവരെ മുമ്പിൽ തന്നെ അവരെ നാണം കെടുത്തുന്ന രീതിയിൽ ഇനിയും ഇത് അവതരിപ്പിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, സ്വന്തം നാട്ടിൽ തന്നെ കലയെ ഇങ്ങനെ പരിഹസിക്കുന്നത് ശരിയാണോ? അങ്ങനെയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇതിൻ്റെ ശ്രദ്ധ ചെലുത്തുക. കാരണം അന്യം നിന്ന് പോവുകയാണ് കലാരൂപം. ഇനിയും ഉണ്ട് വയനാട്ടിൽ ഇതിനേക്കാളും വളരെ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ പല കലാരൂപങ്ങളുമുണ്ട്. പക്ഷെ അവയൊന്നും കാണപ്പെടുന്നുമില്ല.
ഉള്ള കലാരൂപങ്ങളെ അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാനും അതിൻ്റെ സൗന്ദര്യത്തെ നശിപ്പിക്കാതെ താളബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തനത് വിഭാഗത്തിന് അവതരിപ്പിച്ച് അതിനെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ കലാകാരന്മാർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു പോവുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.